ഇന്ന് നമുക്ക് ഓണം സ്പെഷ്യലായിട്ട് വടുകപ്പുളി നാളികേരം വറുത്തരച്ച കറി വയ്ക്കാം. അതിനായിട്ട് ആദ്യം ഒരു വടുകപ്പുളി എടുത്തിട്ട് നമ്മൾ ഇഡ്ഡലി ചെമ്പിലോ അപ്പിച്ചെമ്പിലോ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ തിളയ്ക്കുന്ന വെള്ളം തിളച്ചിട്ട് ഒരു തട്ട് വെച്ചിട്ട് വടുകപ്പുളി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ചു കൊടുക്കാം. അതൊരു 5 മിനിറ്റ് വേവട്ടെ. കരിനാരങ്ങ ഒരുവിധം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തൊലി സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അതാണ് എൻ്റെ ഒരു പാകം. ഇനി നമുക്കിത് പുറത്തെടുത്ത് കട്ട് ചെയ്തെടുക്കാം. പുഴുങ്ങി കുരു കളഞ്ഞ് നുറുക്കിയ വടുകപ്പുളിയാണിത്. നാളികേരം വറുത്തെടുക്കാനായിട്ട് നമ്മൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കും. വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു മുറി തേങ്ങ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നത് വരെ വറുത്തെടുക്കാം. നാളികേരം ഏകദേശം മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എരിവുള്ള മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൃത്യമായി നൽകുന്നതാണ്. എന്നിട്ട് നന്നായി മൂപ്പിക്കുക. ഇതിലേക്ക് കായംപൊടി, ഒരു നുള്ളു ഉലുവപ്പൊടി എന്നിവ ഇട്ട് കൊടുക്കാം. എപ്പോഴും തീ സിമ്മിലിടണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരുവിധം മൂത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി ചൂടാറാൻ വെക്കാം. നമുക്ക് കരുനാരങ്ങ പാകപ്പെടുത്താൻ തുടങ്ങാം. ചൂടായ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ഇടാം, വേപ്പില ഇടാം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞത് ഇടാം. ഒരുവിധം നോക്കുന്നത് വരെ വഴറ്റാം. എല്ലാം മൂത്തു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കരുനാരങ്ങ വേവിച്ചു ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഇളക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റാം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ച് സിമ്മിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഒന്നും കൂടെ ഒന്ന് വരിഞ്ഞോട്ടെ. ഏകദേശം ഇത് വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ചു വെച്ച നാളികേരം പേസ്റ്റ് ചേർത്ത് ഇളക്കി കൊടുക്കാം.
ഇതിലേക്ക് സ്വല്പം ഉലുവപ്പൊടി, സ്വല്പം കായംപൊടി, ഒരു 1/4 അച്ച് ശർക്കര പൊടിച്ചത്, ഇവ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കാം. നമ്മുടെ കറുനാരങ്ങ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ അരപ്പ് കൂടെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ തിളപ്പിച്ച് ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും ടേസ്റ്റും ഒക്കെ ഒന്ന് നമുക്ക് നോക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സർവിങ് ബോളിലോട്ട് മാറ്റാം. കറുനാരങ്ങ കറി നമ്മൾ ഒരു സർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓണക്കാലത്തെ ഒരു ട്രഡീഷണൽ കറി കൂടിയാണിത്. മാത്രമല്ല കറുനാരങ്ങയുടെ ഒരു സീസൺ കാലം കൂടിയാണ് ഓണക്കാലം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.